ചേട്ടാ ചേട്ടാ ഒരു ടിക്കറ്റ് കൂടി ചേട്ടാ. നിങ്ങൾ നേരത്തെ ടിക്കറ്റ് എടുത്തില്ലേ? എടുത്താണ് ചേട്ടാ. കൊച്ചിന് ടിക്കറ്റ് വേണോ പറഞ്ഞത്? ഇത്രയും പോകുന്ന കൊച്ചാണ് ചേട്ടാ. ഒന്ന് വന്ന് പറയാമോ എന്നാലും? അത് ചെറിയ കൊച്ചല്ല, അതിന് ടിക്കറ്റ് വേണോ? അതാണ് പറയണത്, ഒരു ടിക്കറ്റ് വേണോന്നാണ് പറഞ്ഞത്. നമ്മൾ ബസ്സിനും കൂടി ടിക്കറ്റ് എടുത്തിട്ടുള്ള കൊച്ചിന് ഇവിടെ വന്നിട്ട് ടിക്കറ്റ് വേണോന്നാണ്. സെക്യൂരിറ്റിയോട് പറഞ്ഞാൽ പോരായിരുന്നോ? പറഞ്ഞാണ് ചേട്ടാ. ഒന്ന് പറയട്ടാ. എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല, ഞാൻ ഇവിടെ ഡ്യൂട്ടിയിലല്ലേ. ചേട്ടാ ഞങ്ങൾ മടിയിലിരുത്തിക്കോളേട്ടാ, മടിയിലിരുത്തിക്കോളേട്ടാ. ചേട്ടാ ഒന്ന് ചോദിച്ചു നോക്കോ. എത്ര വയസ്സായി കുട്ടിക്ക്? 3 വയസ്സാ. 3 വയസ്സായ ടിക്കറ്റ് എടുക്കേണ്ടി വരും, അതായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക. ചേട്ടാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടാ. അത് ഇവിടുത്തെ നിയമം അങ്ങനെയാണ്, അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ 3 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ടിക്കറ്റ് 220. എന്നാ ഈ 220. ഇത് ഈ ടിക്കറ്റിനപ്പോൾ മതി. ഇതിലേ ഈ റോയിൽ കിട്ടില്ല, ഇത് നമ്പർ A ആണ്. ഇനി തരാൻ പോകുന്ന ടിക്കറ്റ് ജിയിലായിരിക്കും. എന്താണ് ഇനി തരാൻ പോകുന്ന ടിക്കറ്റ് ജിയിലായിരിക്കും. ഇത് A ആണ്. അല്ല വേണ്ട, ഞങ്ങൾക്ക് ഒരുമിച്ച് തന്നാ മതി. ഒരുമിച്ച് തരാൻ പറ്റില്ല. ഇതിപ്പോ ഏത് കഴിഞ്ഞാൽ ഒരു 6 വരി പുറകിലായിരിക്കും ജിയുടെ ഇനി തരാൻ പോകുന്ന ടിക്കറ്റ്. എന്താണ് പറഞ്ഞത്? 3 വയസ്സുള്ള കൊച്ചാണ്, അതിനെങ്ങനെ അവിടെ കൊണ്ടിരുന്നത്? എങ്ങനെയാണ്? അല്ല, കൊച്ചൊറ്റയ്ക്ക് ഇരിക്കണ്ട, കൊച്ചും അമ്മയും കൂടി മുന്നിലിരിക്കട്ടെ, നിങ്ങൾ പുറകിൽ പോയിരുന്നോളൂ. ചേട്ടാ ഞങ്ങളുടെ കല്യാണ വാർഷികമാണ് ചേട്ടാ. കല്യാണ വാർഷികമാണ്. വിവാഹവാർഷികമാണോ? അപ്പൊ ഒരു പണിയോ, നിങ്ങളും ഭാര്യ മുന്നിലിരിക്കൂ, കുട്ടി പുറകിൽ ഇരുന്നോട്ടെ, നിങ്ങൾക്കൊരു സുഖം. ചേട്ടൻ എന്തിനീ പറഞ്ഞത്? 3 വയസ്സുള്ള കൊച്ചാന്ന് പറഞ്ഞില്ലേ? ആ കൊച്ചിനെ എങ്ങനെ കൊണ്ടുവരും? ചേട്ടൻ ഒന്ന് പറയടാ. അല്ല, അല്ലാതെ വേറെ നിങ്ങൾ നേരത്തെ ടിക്കറ്റ് എടുത്തതിന് ശേഷം 15 മിനിറ്റ് കഴിഞ്ഞു, അതിനിടയ്ക്ക് ഒരുപാട് പേര് ടിക്കറ്റ് എടുത്തു. ഇനി ജിയിലെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ചേട്ടാ എന്നാ ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ കൂടെ ഇരുത്താൻ കൊച്ചിനെ പണിയോ നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ ജിയിൽ 3 ടിക്കറ്റ് തരാം. എന്നാ അത് മതി. ജിയിൽ 3 ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാം, അത് മാറ്റിക്കോളൂ. ജിയിൽ ടിക്കറ്റ് എടുക്കാം. അന്ന് ഇതിന്റെ കാശ് തന്നേക്ക്. അല്ല, 660. അതിലില്ല, 660 രൂപ തരണം. ഈ ടിക്കറ്റ് ഞങ്ങൾ വിറ്റ് കഴിഞ്ഞു, ഇത് നമ്മൾ ക്യാൻസലാക്കി, നിങ്ങൾ എടുത്തോളൂ. ഇനി നിങ്ങൾക്ക് ജിയിൽ ഒരുമിച്ചിരിക്കണമെങ്കിൽ 3 ടിക്കറ്റ് എടുക്കണം, അതിന് 660 രൂപയോ. ഇനി 3 ടിക്കറ്റിന് കാശ് ഇനി വേണം. 660 ടിക്കറ്റ് കാശാ. അത് നിങ്ങൾ അത് ഇവിടുന്ന് വിറ്റ് കഴിഞ്ഞു. നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത്? ഇവര് പറയണത് വേണ്ട. അതേട്ടാ ഞാൻ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ടായി ഒരുമിച്ച്. ഇപ്പൊ ഞങ്ങൾക്ക് സീറ്റില്ല, അപ്പൊ ആദ്യം എടുത്ത് 2 ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞപ്പോ ഇതിന്റെ കാശ് തരൂലെന്ന്. ഇത് ഇവിടുത്തെ നിയമമാണ്, ഇതൊക്കെ പാലിക്കാൻ പറ്റെങ്കിൽ ഇവിടെ സിനിമ കാണാൻ പറ്റുള്ളൂ. ഇത് തട്ടിപ്പാണ്, പറഞ്ഞിട്ടല്ല. തീപ്പട്ടികൾ പോലത്തെ 3-4 റൂം ഉണ്ടാക്കി വെച്ചിട്ട് 2 സ്പോഞ്ച് കസേര ഇട്ടിട്ട് ഇല്ലാത്ത കാശ് മേടിക്കണ്. 300-400 ടിക്കറ്റ് മേടിച്ചിട്ട് അതിനകത്ത് എന്തൊരു സൗകര്യം നിങ്ങൾ തരണ്ടോ? നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയും പ്രശ്നമാണെങ്കിൽ നിങ്ങൾ പുറത്ത് തിയേറ്ററിൽ പോയി സിനിമ കണ്ടുള്ളൂ. 60 രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടുമല്ലോ. വേണ്ട ചേട്ടാ, ഞങ്ങൾ ഇപ്പൊ കേറാന്ന് പറഞ്ഞല്ല, ഞങ്ങൾക്ക് ഈ ടിക്കറ്റിന്റെ കാശും കടന്നാ മതി. ആ ടിക്കറ്റിന്റെ കാശ് തരാൻ പറ്റൂല. നോക്കി കളികളാ. ഞാൻ പറട്ടെ, നിങ്ങളോട് ഞാൻ കാര്യം പറഞ്ഞു. ഇനി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. നിങ്ങളുണ്ടാ, ഇത് നമ്മുടെ അമ്പലപ്പറമ്പിൽ 10 രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണ്. ഇതിനുമാര് ഇംഗ്ലീഷിൽ ഒരു പേര് ഇട്ടിട്ട് 50 രൂപയാണ് എന്റെ അത് മേടിച്ചത്. സിനിമ കാണാൻ ഞാൻ വേണ്ടാന്ന് വെച്ചു. നിങ്ങൾ ഈ തട്ടിപ്പുണ്ടല്ലോ, സെക്യൂരിറ്റി എന്ത് സെക്യൂരിറ്റി? പേടിപ്പിക്ക, സെക്യൂരിറ്റി വിളിച്ച് പേടിപ്പിക്കണ്ട. ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, നിങ്ങളൊന്ന് മാറി കൊടുക്കുക. ബാക്കി ആൾക്കാർ വന്ന് ടിക്കറ്റ് എന്നൊരു ടിക്കറ്റ്. ആ ടിക്കറ്റ് തരാൻ 220 രൂപ തരുമോ? എന്നിട്ട് ജിയിൽ പോയിരിക്കും. ഒരു ടിക്കറ്റിന്റെ കാശും കൂടി തരാം. 3 പേര് ഒരുമിച്ചിരിക്കാൻ പറ്റില്ല. ഒരുമിച്ചിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? 2 പേരെ ആയാലും ഒരുപാട് ജിയിലും പോയിരിക്കേണ്ടി വരും. ഒരു വീട്ടിൽ ടിക്കറ്റ് എടുത്തല്ലേ വർത്താനം പറഞ്ഞു. സെക്യൂരിറ്റി നിങ്ങൾ മാനേജറെടുത്ത് പോയി എന്താണ് പറ്റിക്കാണ്ടിരിക്കണ? ഒരു സാധനം ഉള്ളിലേക്ക് കയറ്റാൻ വല്ല കൊച്ചിനുള്ളൊരു പാലും കുപ്പി ഏറ്റാൻ പറഞ്ഞാൽ സമ്മതിച്ചില്ല. പിന്നെ ചെക്കിംഗ് 60 രൂപയ്ക്ക് വർത്താനം മുതലാളി എവിടെ മുതലാളി അല്ല, മാനേജർ. ഏതായാലും വേണ്ടില്ല. മാനേജർ അപ്പുറത്തെ റൂമിലുണ്ട്, പോയി കാണും. അപ്പുറത്തെ റൂമിലിട്ടോ. ആ കാണിച്ചാൽ എനിക്കറിയാം സംസാരിക്കാൻ. ഇരിക്കേണ്ട അതിൻ്റെ ഉള്ളിൽ കാണിച്ചാ. സെക്യൂരിറ്റി എനിക്ക് സിനിമ കാണണമെങ്കിലോ? സിനിമ കാണണമെങ്കിൽ പിന്നെ ഇവിടെ എന്താ കാര്യം നടക്കുന്നത്? അങ്ങനെ ഇവിടെ നിന്നോടാന്ന് ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ ഇവനുണ്ടല്ലോ, ഇവിടെ പാവങ്ങളുടെ കാശ് മേടിച്ചു